എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആർട്ട് ആൻഡ് ബിയോണ്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞൻ പ്ലാവിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് കായ്ച്ചത്. കഴിഞ്ഞ വർഷം കായ്ച്ചത് ഏറ്റവും ചുവട്ടിൽ നിലത്ത് മുട്ടിയായിരുന്നു ഇരുന്നത്, അതുകൊണ്ട് അത് ചീഞ്ഞു പോയി. ഇത്തവണ ഇതിൽ 5-6 ചക്ക ഉണ്ടായി. അതിൽ ഒരെണ്ണം ഞങ്ങൾ പുഴുങ്ങി, നന്നായിട്ടുണ്ടായിരുന്നു പുഴുങ്ങിയത്. അതിൽ ഒരെണ്ണം പഴുപ്പിച്ചു, നല്ല പഴവുമാണത്. ഇനി ഒരു 4 കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ എല്ലാം പറിക്കാം, അത് തന്നെ ഒരു ആശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞു പ്ലാവിനെയും അതിൻ്റെ ഗുണങ്ങളും ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു ചാമ്പയാണ്. ചാമ്പയുടെ പേര് പറഞ്ഞ പോലെ എനിക്ക് അത്ര പിടിയില്ല. പനിനീർ ചാമ്പയല്ല, അത്രയും വലുപ്പമുള്ള ചുമന്ന ചാമ്പങ്ങയാണ് അതിലുണ്ടാകുന്നത്. ഇപ്പം എല്ലാം കുഞ്ഞാണ്, കണ്ടോ, പയ്യായി വന്നിട്ടേ ഉള്ളൂ, പൂ മാറി വന്നിട്ടേ ഉള്ളൂ. ഇനി അത് ഉണ്ട്, ഇപ്പോൾ 1-2 എണ്ണം പതുക്കെ ചുമന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ചാമ്പയും 3 വർഷമേ ആയിട്ടുള്ളൂ വെച്ചിട്ട്. കഴിഞ്ഞ വർഷം 1-2 കൊല ഉണ്ടായെങ്കിലും അത് അത്ര ശരിയായില്ലായിരുന്നു. ഒപ്പം ചാമ്പങ്ങ പഴുത്ത വീഡിയോയും കൂടി ഇടാമെന്ന് വിചാരിച്ചു. ഇത്തവണ നന്നായി പൂത്തു, നല്ലപോലെ ചാമ്പങ്ങയും ഉണ്ടായി. കണ്ടോ, നല്ല സൈസുള്ള ചാമ്പങ്ങയാണ്, നല്ല മധുരവുമാണ് പഴുത്താൽ. പക്ഷേ അതിനകത്ത് ഒറ്റ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നല്ലപോലെ ഉറുമ്പാണ് അതിനകത്ത്. നമ്മുടെ കറുത്ത ഉറുമ്പുണ്ടല്ലോ, ആ ഉറുമ്പ് ചാമ്പങ്ങ പൊതിഞ്ഞാണ്. അത് ശരിക്കും നല്ലപോലെ കഴുകിയിട്ട് വേണം അത് കഴിക്കാൻ. അപ്പോൾ ചാമ്പങ്ങയും കുഞ്ഞൻ പ്ലാവും എല്ലാം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.